എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം കുട്ടിമാഷ്. 7ാം ക്ലാസ്സിലെ കുട്ടിമാഷിന്റെ കുട്ടികൾക്കായി ലൈവ് ഓൺലൈൻ ട്യൂഷൻ തുടങ്ങുകയാണ് ജൂൺ 7 മുതൽ. ഓരോ ബാച്ചിലും ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 20 കുട്ടികൾക്ക് പകുതി ഫീസിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. പെർ മന്ത് 750 രൂപയാണ് ഫീസ്. അത് മാത്രമല്ല, അഡ്മിഷൻ എടുക്കുന്ന എല്ലാ കുട്ടികൾക്കും USS കോച്ചിങ് ഫ്രീ ആയിട്ട് നൽകുന്നതാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുമല്ലോ അല്ലേ? 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 2ാമത്തെ പാഠമാണ് മെഡീവൽ ഇന്ത്യ കൾച്ചറൽ മൂവ്മെന്റ്സ്. ഈ പാഠഭാഗത്തിലെ എല്ലാ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിലെ 1ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോയാലോ. വാട്ട് ഈസ് ദ ഭക്തി മൂവ്മെന്റ്? ഭക്തി പ്രസ്ഥാനം എന്നാൽ എന്ത്? ദ ഐഡിയാസ് ആൻഡ് ആക്ടിവിറ്റീസ് ദാറ്റ് എമർജ്ഡ് ഔട്ട് ഓഫ് ഭക്തി ആർ നോൺ ആസ് ഭക്തി മൂവ്മെന്റ്. ഭക്തിയെ അടിസ്ഥാനമാക്കി ഉയർന്നു വന്ന ആശയങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഭക്തി പ്രസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. 2ാമത് ചോദ്യം, വാട്ട് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് ഭക്തി മൂവ്മെന്റ്? ഭക്തി പ്രസ്ഥാനം രൂപപ്പെടാനുള്ള കാരണം എന്താണ്? സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ ക്രിയേറ്റഡ് ബൈ കൺസർവേറ്റീവ് ഔട്ട്ലുക്ക് ആൻഡ് കാസ്റ്റ് സിസ്റ്റം. യഥാസ്ഥിതിക കാഴ്ചപ്പാടും ജാതി വ്യവസ്ഥയും ഉണ്ടാക്കിയ സാമൂഹിക വിവേചനമാണ് ഭക്തി മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം. 3ാമത് ചോദ്യം, ഡ്യൂറിംഗ് വിച്ച് സെഞ്ചുറീസ് ഡിഡ് ദ സൗത്ത് ഇന്ത്യൻ ഭക്തി മൂവ്മെന്റ് എക്സിസ്റ്റ്? ഏതെല്ലാം നൂറ്റാണ്ടുകൾക്കിടയിലാണ് ദക്ഷിണേന്ത്യയിൽ ഭക്തി പ്രസ്ഥാനം നിലനിന്നിരുന്നത്? ആൻസർ, ബിറ്റ്വീൻ ദ 7th ആൻഡ് ദ 12th സെഞ്ചുറി ഓഫ് CE. 4ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ സൗത്ത് ഇന്ത്യൻ ഭക്തി മൂവ്മെന്റ്? ഒരു ഫ്ലവർ പോലെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻസർ ഞാൻ വായിക്കാം. കമ്പോസിഷൻ ആൻഡ് സിംഗിങ് ഓഫ് ഡിവോഷണൽ സോങ്സ് ഇൻ വെർനാക്കുലർ ലാംഗ്വേജസ്. പ്രാദേശിക ഭാഷകളിൽ കീർത്തനങ്ങളുടെ രചനയും ആലാപനവും. ലവ് ആൻഡ് സബ്മിഷൻ ടു ഗോഡ്. ദൈവത്തോടുള്ള സ്നേഹവും സമർപ്പണവും. ആക്സസ് ടു ഓൾ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. ജാതി വ്യത്യാസം ഇല്ലാതെ എല്ലാവർക്കും പ്രവേശനം. ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൻ. സ്ത്രീകൾക്ക് തുല്യമായ പങ്കാളിത്തം. ഡീപ് ഡിവോഷൻ ടു ദ ബിലോവ്ഡ് ഡെയ്റ്റി. ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ആരാധന. 5ാമത്തെ ചോദ്യം, വു വെയർ ദ ഭക്തി പോയറ്റ്സ് ഓഫ് ദ സൗത്ത് ഇന്ത്യൻ ഭക്തി മൂവ്മെന്റ്? ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനത്തിലെ ഭക്തകവികൾ ആരെല്ലാം? ദ ഡിവോഷണൽ പോയറ്റ്സ് ഓഫ് ദ സൗത്ത് ഇന്ത്യൻ ഭക്തി മൂവ്മെന്റ് വെയർ നോൺ ആസ് ദ ആൽവാസ് ആൻഡ് ദ നായനാർസ്. ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനത്തിലെ ഭക്തകവികൾ ആഴ്വാർമാർ എന്നും നായനാർമാർ എന്നും അറിയപ്പെട്ടു. 6ാമത് ചോദ്യം, ബൈ വാട്ട് നെയിം വെയർ ദ റൈറ്റിംഗ്സ് ഓഫ് ആൽവാസ് നോൺ? ആഴ്വാർമാരുടെ രചനകൾ ഏതു പേരിലാണ് അറിയപ്പെട്ടത്? 4000 ദിവ്യ പ്രബന്ധം. അതുപോലെ തന്നെ 7ാമത്തെ ചോദ്യം, ബൈ വാട്ട് നെയിം വെയർ ദ റൈറ്റിംഗ്സ് ഓഫ് ദ നായനാർസ് നോൺ? നായനാർമാരുടെ രചനകൾ ഏതു പേരിലാണ് അറിയപ്പെട്ടത്? തിരുമുറൈകൾ. 8ാമത്തെ ചോദ്യം, വു വെയർ ദ മെയിൻ പോയറ്റ്സ് ഓഫ് ദ ഭക്തി മൂവ്മെന്റ്? പേജ് നമ്പർ 27. അതിൽ തന്നെ ആൻസർ ഉണ്ട്. പ്രോമിനന്റ് പോയറ്റ്സ് ഓഫ് ദ ഭക്തി മൂവ്മെന്റ്. ഡിവോട്ടീസ് ഓഫ് വിഷ്ണു, അവർ ആൽവാസ് എന്നാണ് അറിയപ്പെടുന്നത്. അത് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കുലശേഖര ആൽവാർ, പെരിയാൽവാർ, നമ്മാൽവാർ, ആണ്ടാൾ. അടുത്തതാണ് ഡിവോട്ടീസ് ഓഫ് ശിവ, അവരാണ് നായനാർസ് എന്നറിയപ്പെടുന്നത്. അവരാരൊക്കെയാണ് നമുക്ക് നോക്കാം. കാരയ്ക്കൽ അമ്മയാർ, അപ്പാർ, സമ്പന്തർ, സുന്ദരർ, മാണിക്യവാസകർ. 9ാമത്തെ ചോദ്യം, വാട്ട് ചേഞ്ചസ് ഡിഡ് ദ സൗത്ത് ഇന്ത്യൻ ഭക്തി മൂവ്മെന്റ് ബ്രിങ് അബൌട്ട് ഇൻ ദ സോഷ്യൽ സിസ്റ്റം ഓഫ് ദാറ്റ് ടൈം? പേജ് നമ്പർ 27. ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനം അന്നത്തെ സാമൂഹിക വ്യവസ്ഥയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നതാണ് ചോദ്യം. ദ ഇവല്യൂഷൻ ഓഫ് ദ ഭക്തി മൂവ്മെന്റ് അവേക്കൻഡ് ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് ഫ്രം ഫാൾസ് സൂപ്പർസ്റ്റിഷൻസ്. The monks of the Bhakti movement came together to bring social equality in the society. They shared common kitchens and food, which resulted in a better social system. Moreover, women were given great importance in the Bhakti movement. This movement led to the overall improvement of the status of the lower caste and improved relations between Hindus and Muslims. This movement encouraged many people to acquire wealth through sincere dedication, hard work, and honesty. The Bhakti movement motivated both men and women to take up social service and develop empathy for each other. Moreover, the Bhakti movement taught people to exercise patience and self-control instead of showing anger and jealousy. അതിന്റെ മലയാളം ഞാനൊന്ന് വായിക്കാം.
ഭക്തി പ്രസ്ഥാനത്തിന്റെ പരിണാമം ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തെറ്റായ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് ഉണർത്തി സമൂഹത്തിൽ സാമൂഹിക സമത്വം കൊണ്ടുവരാനായി ഭക്തി പ്രസ്ഥാനത്തിലെ സന്യാസികൾ ഒന്നിക്കുകയുണ്ടായി. അവർ സാധാരണ അടുക്കളകളും ഭക്ഷണവും പങ്കിട്ടു. അതിന്റെ ഫലമായി മെച്ചപ്പെട്ട സാമൂഹിക വ്യവസ്ഥിതി ഉണ്ടായി. മാത്രമല്ല, ഭക്തി പ്രസ്ഥാനത്തിൽ സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം ലഭിച്ചു. ഈ പ്രസ്ഥാനം താഴ്ന്ന ജാതിക്കാരുടെ പദവികൾ മൊത്തത്തിൽ മെച്ചപ്പെടുത്തുന്നതിനും ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും കാരണമായി. ആത്മാർത്ഥമായ സമർപ്പണം, കഠിനാധ്വാനം, സത്യസന്ധത എന്നിവയിലൂടെ സമ്പത്ത് സമ്പാദിക്കാൻ ഈ പ്രസ്ഥാനം നിരവധി ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. സാമൂഹിക സേവനത്തിലേക്ക് മുന്നേറാനും പരസ്പരം സഹാനുഭൂതി വളർത്തിയെടുക്കാനും ഭക്തി പ്രസ്ഥാനം പുരുഷ സ്ത്രീ വിഭാഗങ്ങളെ പ്രേരിപ്പിച്ചു. മാത്രമല്ല, കോപവും അസൂയയും കാണിക്കുന്നതിനു പകരം ക്ഷമയും ആത്മനിയന്ത്രണവും പാലിക്കാനും ഭക്തി പ്രസ്ഥാനം ജനങ്ങളെ പഠിപ്പിച്ചു. 10ാമത്തെ ചോദ്യം, വൈ ഡിഡ് ബസവണ്ണ എസ്റ്റാബ്ലിഷ് അനുഭവ മണ്ഡപം? ബസവണ്ണ എന്തിനാണ് അനുഭവ മണ്ഡപം സ്ഥാപിച്ചത്? ഫോർ സ്പിരിച്വൽ ഡിസ്കഷൻസ് ആൻഡ് റിന്യൂവൽ ഓഫ് നോളജ്, ആത്മീയ ചർച്ചകൾക്കും അറിവ് പുതുക്കലിനും. 11ാമത്തെ ചോദ്യം, വു ലെഡ് ദ ഡിസ്കഷൻസ് ഇൻ അനുഭവ മണ്ഡപം? അനുഭവ മണ്ഡപത്തിലെ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത് ആരെല്ലാമാണ്? അല്ലാമ പ്രഭു ആൻഡ് അക്ക മഹാദേവി. 12ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഗിവൺ ടു ദ ഐഡിയാസ് ഫോംഡ് ഇൻ ദ ഡിസ്കഷൻസ് ഇൻ അനുഭവ മണ്ഡപം? അനുഭവ മണ്ഡപത്തിലെ ചർച്ചകളിൽ രൂപപ്പെടുന്ന ആശയങ്ങളെ വിളിക്കുന്ന പേരെന്ത്? വചനാസ്. 13ാമത്തെ ചോദ്യം, വാട്ട് ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ സോഷ്യൽ സിസ്റ്റം ഓഫ് ദാറ്റ് ടൈം ഫ്രം റീഡിംഗ് അബൌട്ട് അനുഭവ മണ്ഡപം? പേജ് നമ്പർ 28. അനുഭവ മണ്ഡപത്തെക്കുറിച്ച് വായിച്ചതിൽ നിന്നും അക്കാലത്തെ സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാമാണ് മനസ്സിലായത്? എഴുതി നോക്കൂ. കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ എക്സിസ്റ്റഡ്, ജാതീയമായ വിവേചനങ്ങൾ അന്ന് ഉണ്ടായിരുന്നു. റിലീജിയസ് ഡിസ്ക്രിമിനേഷൻ എക്സിസ്റ്റഡ്, മതപരമായ വിവേചനങ്ങൾ അന്ന് നിലനിന്നിരുന്നു. സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ എക്സിസ്റ്റഡ്, സാമൂഹികപരമായ വിവേചനങ്ങൾ അന്നുണ്ടായിരുന്നു. ഒക്യുപേഷണൽ ഡിസ്ക്രിമിനേഷൻ എക്സിസ്റ്റഡ്, തൊഴിൽപരമായ വിവേചനങ്ങൾ അന്നുണ്ടായിരുന്നു. ചൈൽഡ് മാരേജ് എക്സിസ്റ്റഡ്, ശൈശവ വിവാഹം അന്ന് ഉണ്ടായിരുന്നു. ദ അനുഭവ മണ്ഡപം എസ്റ്റാബ്ലിഷ്ഡ് ബൈ ബസവണ്ണ വാസ് എ ഫോറം ഫോർ റൈസിംഗ് വോയിസസ് അഗെയിൻസ്റ്റ് സച്ച് ഡിസ്ക്രിമിനേഷൻ. ഇത്തരം വിവേചനങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്നതിനായുള്ള ഒരു ചർച്ചാവേദി കൂടിയായിരുന്നു ബസവണ്ണ സ്ഥാപിച്ച അനുഭവ മണ്ഡപം. 14ാമത് ചോദ്യം, ദ മൂവ്മെന്റ് ഫൗണ്ടഡ് ബൈ ബസവണ്ണ? ബസവണ്ണ സ്ഥാപിച്ച പ്രസ്ഥാനത്തിന്റെ പേരെന്താണ്? ആൻസർ, വീരശൈവ മൂവ്മെന്റ്. 15ാമത് ചോദ്യം, വാട്ട് വെയർ ദ മെയിൻ ആക്ടിവിറ്റീസ് ഓഫ് ദ വീരശൈവ മൂവ്മെന്റ്? വീരശൈവ പ്രസ്ഥാനത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തെല്ലാം? പേജ് നമ്പർ 29. ക്വസ്റ്റ്യൻഡ് ബ്രാഹ്മീൻ സുപ്രീമസി ആൻഡ് ദ ഒതന്റിസിറ്റി ഓഫ് ദ വേദാസ്. ബ്രാഹ്മണ മേധാവിത്വത്തെയും വേദങ്ങളുടെ വിശ്വാസ്യതയെയും ചോദ്യം ചെയ്തു. എഡ്യൂക്കേറ്റ് പീപ്പിൾ അഗെയിൻസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് വുമൻ. ജാതി വിവേചനത്തിനും സ്ത്രീ വിവേചനത്തിനുമെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചു. പ്രൊമോട്ടഡ് മോണോതീസം, ഏകദൈവ വിശ്വാസം പ്രോത്സാഹിപ്പിച്ചു. മെയ്ഡ് പീപ്പിൾ അവെയർ ഓഫ് ദ ഗ്രേറ്റ്നെസ് ഓഫ് വർക്ക് ആൻഡ് ലേബർ, തൊഴിലിന്റെയും അധ്വാനത്തിന്റെയും മഹത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ഒപ്പോസ്ഡ് ചൈൽഡ് മാരേജ് ആൻഡ് പ്രൊമോട്ടഡ് മാരേജ് ആഫ്റ്റർ പ്യൂബർട്ടി ആൻഡ് വിഡോ റിമാരേജ്, ശൈശവ വിവാഹത്തെ എതിർക്കുകയും പ്രായപൂർത്തി വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. 17ാമത്തെ ചോദ്യം, ദ വീരശൈവ മൂവ്മെന്റ് ക്വസ്റ്റ്യൻഡ് ദ കാസ്റ്റ് സിസ്റ്റം ആൻഡ് ഇനീക്വാലിറ്റി. ഇവാലുവേറ്റ് ദിസ് സ്റ്റേറ്റ്മെന്റ്. പേജ് നമ്പർ 29. ആൻസർ, the Veerashaiva movement was a socio-spiritual movement that questioned the caste system and social inequality in terms of values. Its impact was a milestone for the Indian Renaissance. Basavanna, the main propagator of the Veerashaiva movement, said that man should rise not by caste by karma. Basavanna put forward a vision based on freedom, equality and social justice through the Veerashaiva movement. Efforts were made through the Veerashaiva movement to implement social justice by educating people against caste discrimination and discrimination against women. ഇനി അതിന്റെ ആൻസർ മലയാളത്തിൽ നിന്ന് പറയാം. വീരശൈവ പ്രസ്ഥാനം ജാതി വ്യവസ്ഥയെയും സാമൂഹിക അസമത്വത്തെയും മൂല്യപരമായി ചോദ്യം ചെയ്ത സാമൂഹിക ആധ്യാത്മിക പ്രസ്ഥാനമാണ്. അതിന്റെ പ്രഭാവം ഇന്ത്യൻ നവോത്ഥാനത്തിന് ഒരു നാഴികക്കല്ലായിരുന്നു. മനുഷ്യൻ ജാതിയാലല്ല കർമ്മത്താലാണ് ഉയരേണ്ടത് എന്നായിരുന്നു വീരശൈവ പ്രസ്ഥാനത്തിന്റെ മുഖ്യ പ്രചാരകനായ ബസവണ്ണ പറഞ്ഞത്. സ്വാതന്ത്ര്യം, സമത്വം, സാമൂഹ്യനീതി എന്നിവയിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാടാണ് വീരശൈവ പ്രസ്ഥാനത്തിലൂടെ ബസവണ്ണ മുന്നോട്ട് വെച്ചത്.
ജാതി വിവേചനത്തിനും സ്ത്രീ വിവേചനത്തിനുമെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് സാമൂഹ്യനീതി നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ വീരശൈവ പ്രസ്ഥാനത്തിലൂടെ നടന്നിരുന്നു. 18ാമത്തെ ചോദ്യം, who was the philosopher and social reformer who lived in കന്നഡ ദേശം in the 12th century? 12ാം നൂറ്റാണ്ടിൽ കന്നഡ ദേശത്ത് അഥവാ കർണാടകയിൽ ജീവിച്ചിരുന്ന തത്വചിന്തകനും സാമൂഹ്യ പരിഷ്കർത്താവും ആരായിരുന്നു? ആൻസർ ബസവണ്ണ. 19ാമത്തെ ചോദ്യം, who was the Bhakti movement propagator who lived in North India in the 15th century? ആൻസർ കബീർ. 20ാമത്തെ ചോദ്യം, you have read Kabir's Doha and the context of the story. Add your findings. പേജ് നമ്പർ 31. കബീറിന്റെ ദോഹയും കഥാസന്ദർഭങ്ങളും നിങ്ങൾ വായിച്ചല്ലോ. നിങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കൂ. ദോഹ എന്ന് പറഞ്ഞാൽ കുറേ നല്ല വാല്യൂസ് ഒക്കെ കബീർ പറയുന്ന പോയം പോലുള്ള ഒരു റൈറ്റിംഗ് ആണ്. അത് ഞാനൊന്ന് വായിക്കാം. റീഡ് ദീസ് ലൈൻസ്. The Almighty is known by many names like Allah, Ram, Kareem, Keshav, Hari, Hasrat. Aren't the bangles and rings nothing but forms of gold? Variety of lies in names we call them. ഇതിന് മലയാളം ഞാൻ വായിക്കാം. അള്ള, രാമൻ, കരീം, കേശവ, ഹരി, ഹസ്രത്ത് എന്നിങ്ങനെ ദൈവത്തിന് വിളിപ്പേരുകളുണ്ട് അനവധി. പൊന്നുരുക്കി പണിതാം വളകൾ, മോതിരങ്ങളും പൊന്നുതാനല്ലയോ വൈജാത്യങ്ങൾ നാം നിർമ്മിക്കും പദങ്ങളിൽ മാത്രം. ഇനി കബീറിന്റെ ഒരു കഥ ഞാൻ വായിക്കാം. Once Kabir inquired of a grieving village chieftain. He said, "It's karma. What else to say? People are dying of smallpox. Sorcery is the remedy." Kabir laughed and said, "A spell for healing? None of this can be solved by magical spell. Only treatment can cure the disease." On another occasion, people started giving gift to Kabir and his disciples. He said, "We are weavers, metal workers, woodcutters, farmers and cobblers. We do work and live. We do not need gift." ഇതിന്റെ മലയാളം ഞാൻ വായിക്കാം. ഒരിക്കൽ ദുഃഖിതനായിരിക്കുന്ന ഒരു ഗ്രാമമുഖ്യനോട് കബീർ കാരണം അന്വേഷിച്ചു. അയാൾ പറഞ്ഞു, കർമ്മഫലം അല്ലാതെ എന്തു പറയാൻ. വസൂരി കാരണം ആളുകൾ മരിച്ചു വീഴുന്നു. പരിഹാരമായി മന്ത്രവാദം നടത്തണം. കബീർ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, രോഗശാന്തിക്ക് മന്ത്രവാദമോ? മന്ത്രവാദം കൊണ്ട് ഇതൊന്നും നേടാൻ കഴിയില്ല. ചികിത്സ കൊണ്ടേ രോഗം ഭേദമാകൂ. മറ്റൊരിക്കൽ കബീറിനും കൂട്ടർക്കും ആളുകൾ ഉപഹാരങ്ങൾ നൽകാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ നെയ്ത്തുകാരും ലോഹപ്പണിക്കാരും മരം കടയുന്നവരും കൃഷിക്കാരും ചെരുപ്പ് കുത്തുന്നവരും ഒക്കെയാണ്. തൊഴിൽ ചെയ്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഉപഹാരങ്ങൾ ഞങ്ങൾക്ക് വേണ്ട. കബീറിന്റെ ദോഹ എന്നറിയപ്പെടുന്ന കവിതയിൽ നിന്നും കബീറിനെ കുറിച്ചുള്ള ഈ കഥയിൽ നിന്നും നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിലായതെന്ന് എഴുതുക. നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. പീപ്പിൾ കോൾ ഗോഡ് ബൈ മെനി നെയിംസ്. ആളുകൾ ദൈവത്തെ പല പേരുകളിൽ വിളിക്കുന്നു. കബീർ മെയ്ഡ് പീപ്പിൾ തിങ്ക് അഗെയിൻസ്റ്റ് സൂപ്പർസ്റ്റിഷൻസ്. കബീർ ജനങ്ങളെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. കബീർ വാസ് എ പേഴ്സൺ ഹു വർക്ക്ഡ് ഫോർ ഹിന്ദു മുസ്ലിം ബ്രദർഹുഡ്. ഹിന്ദു മുസ്ലിം സഹോദരത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു കബീർ. ഹിന്ദു ആൻഡ് മുസ്ലിം ആർ ടു വെസൽസ് മെയ്ഡ് ഓഫ് ദ സെയിം സോയിൽ. ഒരേ മണ്ണ് കൊണ്ടുണ്ടാക്കിയ രണ്ടു പാത്രങ്ങളാണ് ഹിന്ദുവും മുസൽമാനും എന്നാണ് കബീർ പറഞ്ഞത്. ഓൾ വർക്കേഴ്സ് ഷുഡ് ബി ട്രീറ്റഡ് ഈക്വലി വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ. തൊഴിൽ ചെയ്യുന്നവരെയെല്ലാം വിവേചനമില്ലാതെ ഒരുപോലെ കാണണം എന്ന് കബീർ പറഞ്ഞു. 21ാമത്തെ ചോദ്യം, ടു വാട്ട് എക്സ്റ്റെന്റ് ഡിഡ് കബീർസ് ഐഡിയാസ് ഹെൽപ്പ് ഇൻ ഡെവലപ്പിംഗ് ദ ഐഡിയ ഓഫ് ഇക്വാലിറ്റി ആൻഡ് റിലീജിയസ് ഹാർമണി എമംഗ് പീപ്പിൾ? പേജ് നമ്പർ 31. ജനങ്ങൾക്കിടയിൽ സമത്വ ചിന്തയും മതസൗഹാർദ്ദവും വളർത്താൻ കബീറിന്റെ ആശയങ്ങൾ എത്രത്തോളം സഹായിച്ചു? ആൻസർ, കബീർ സെഡ് ദാറ്റ് ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് ആർ ടു വെസൽസ് മെയ്ഡ് ഓഫ് ദ സെയിം സോയിൽ. ഒരേ മണ്ണ് കൊണ്ടുണ്ടാക്കിയ രണ്ട് പാത്രങ്ങളാണ് ഹിന്ദുവും മുസൽമാനും എന്നാണ് കബീർ പറഞ്ഞത്. ഹി ആർഗ്യൂഡ് ദാറ്റ് കാസ്റ്റ് സിസ്റ്റം, അൺടച്ചബിലിറ്റി, റിലീജിയസ് റിച്വൽസ്, പോസ്റ്റ് ഡെത്ത് റിച്വൽസ് ആൻഡ് ഇഡോൾ വർഷിപ്പ് വെയർ മീനിങ്ലെസ്. ജാതി വ്യവസ്ഥ, തൊട്ടുകൂടായ്മ, പൂജകൾ, മരണാനന്തര ചടങ്ങുകൾ, വിഗ്രഹാരാധന എന്നിവ അർത്ഥശൂന്യമാണെന്ന് അദ്ദേഹം വാദിച്ചു. He criticized all discrimination in the name of caste, religion, race, legacy, wealth, etc. ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിലുള്ള എല്ലാ വിവേചനങ്ങളെയും അദ്ദേഹം വിമർശിച്ചു. He completely rejected religious traditions. മതപാരമ്പര്യങ്ങളെ പൂർണ്ണമായും അദ്ദേഹം നിരാകരിച്ചു. He believed in a formless God. അരൂപിയായ ദൈവത്തിൽ അദ്ദേഹം വിശ്വസിച്ചു. He spread devotion as the path to salvation. ഭക്തിയെ മോക്ഷമാർഗമായി അദ്ദേഹം പ്രചരിപ്പിച്ചു. 22ാമത്തെ ചോദ്യം, ഹൗ ഡിഡ് കബീർ സ്പ്രെഡ് ഹിസ് ഐഡിയാസ്?
കബീർ തന്റെ ആശയങ്ങളെ പ്രചരിപ്പിച്ചത് എങ്ങനെയാണ്? ത്രൂ ഹൈംസ് നോൺ as ദോഹാസ്, ദോഹകൾ എന്നറിയപ്പെടുന്ന കീർത്തനങ്ങളിലൂടെ. 23ാമത്തെ ചോദ്യം, വേർ വാസ് ഗുരുനാനാക്ക് ബോൺ? ഗുരുനാനാക്ക് ജനിച്ചത് എവിടെയാണ്? ഇൻ ദ 15th century ഇൻ ദ വില്ലേജ് ഓഫ് തൽവണ്ടി ഇൻ ഷെയ്ഖ്പുര, പഞ്ചാബ്. 24ാമത്തെ ചോദ്യം, വാട്ട് ഐഡിയ ഡിഡ് യു ഗെറ്റ് ഫ്രം ദ സ്റ്റോറി ഓൺ പേജ് നമ്പർ 31? പേജ് നമ്പർ 31ലെ കഥയിലൂടെ എന്തൊക്കെ ആശയങ്ങളാണ് നിങ്ങൾക്ക് ലഭിച്ചത്? ആ സ്റ്റോറി ഞാനൊന്ന് വായിക്കാം. വൺസ് ഗുരുനാനാക്ക് ആൻഡ് ബായി മർദാന കെയിം ടു റെസ്റ്റ് അറ്റ് സജ്ജൻ തക്സ് ഇൻ. He had a habit of robbing those who stayed there. Knowing this, Guru Nanak did not want to rest for the night. Instead, they started singing Shabad, prayer songs composed by Guru Nanak. Settlement it was unjust to loot others' wealth. Sajjan Tak realized his mistake when he listened to the lyrics of the song. He begged Guru for forgiveness. Guru Nanak advised him to give back all the stolen wealth to the poor and to live honestly. Then on, Sajjan began a life helping those who visited him in. ഇതിന്റെ മലയാളം ഞാനൊന്ന് വായിക്കാം. ഗുരുനാനാക്കും ബായി മർദാനയും ഒരിക്കൽ സജ്ജൻ തക്കിന്റെ സത്രത്തിൽ വിശ്രമിക്കാനെത്തി. അവിടെ വരുന്നവരെ കൊള്ളയടിക്കുന്ന സ്വഭാവം അയാൾക്കുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയ ഗുരുനാനാക്ക് രാത്രി വിശ്രമിക്കാൻ തയ്യാറായില്ല. പകരം അവർ ഗുരുനാനാക്ക് തന്നെ രചിച്ച പ്രാർത്ഥനാ ഗാനങ്ങളായ ഷബാദ് ആലപിക്കാൻ തുടങ്ങി. മറ്റുള്ളവരുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നത് അന്യായമാണ് എന്ന അർത്ഥം വരുന്ന വരികളായിരുന്നു ചൊല്ലിയത്. പാട്ടിന്റെ വരികൾ കേട്ടപ്പോൾ സജ്ജൻ തക്കിന് തന്റെ തെറ്റു മനസ്സിലായി. അയാൾ ഗുരുവിനോട് ക്ഷമ ചോദിച്ചു. മോഷ്ടിച്ച പണമെല്ലാം ദരിദ്രർക്ക് നൽകാനും സത്യസന്ധനായി ജീവിക്കാനും ഗുരുനാനാക്ക് ഉപദേശിച്ചു. പിന്നീട് സജ്ജൻ സത്രത്തിൽ എത്തുന്നവരെ സഹായിച്ച് ജീവിക്കാൻ തുടങ്ങി. ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? Guru Nanak was a person who encouraged others to live with honesty and tolerance. സത്യസന്ധതയിലും സഹിഷ്ണുതയിലും ജീവിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്ന ആളായിരുന്നു ഗുരുനാനാക്ക്. ഗുരുനാനാക്ക് സ്പ്രെഡ് ഹിസ് ഐഡിയാസ് ത്രൂ മ്യൂസിക്. ഗുരുനാനാക്ക് സംഗീതത്തിലൂടെ തന്റെ ആശയങ്ങളെ പ്രചരിപ്പിച്ചിരുന്നു. ഇറ്റ് ഈസ് അൺഫെയർ ടു പ്ലണ്ടർ ദ വെൽത്ത് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നത് അന്യായമാണ്. 25ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ മെത്തേഡ്സ് അഡോപ്റ്റഡ് ബൈ ഗുരുനാനാക്ക് ടു സ്പ്രെഡ് ദ ഐഡിയാസ് ഓഫ് religious tolerance and universal brotherhood? Prepare a note. പേജ് നമ്പർ 32. മതസഹിഷ്ണുത, സാർവത്രിക സഹോദര്യം എന്നീ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് ഗുരുനാനാക്ക് സ്വീകരിച്ച മാർഗങ്ങൾ എന്തൊക്കെയാണ്? കുറിപ്പ് തയ്യാറാക്കുക. ആൻസർ, ഹാർമണൈസ്ഡ് ദ ഐഡിയാസ് ഓഫ് ഡിഫറെന്റ് റിലീജിയൻസ്. ഹി ഒപ്പോസ്ഡ് ദ എക്സസീവ് ഇൻഫ്ലുവൻസ് ഓഫ് റിലീജിയൻസ് ആൻഡ് ഓൾ ദെയർ എവിൽ കസ്റ്റംസ് ആൻഡ് പ്രാക്ടീസസ്. ഗുരുനാനാക്ക് പ്രൊമോട്ടഡ് മോൺതീസം, ഇക്വാലിറ്റി, ബ്രദർഹുഡ്, ലവ്, goodness and religious tolerance. He opposed caste discrimination and idolatry, pilgrimages, etc. Guru Nanak spread his ideas by questioning the economic inequality, emphasized the importance of langar or community kitchens where all classes of people could eat together. ഇതിന്റെ മലയാളം ഞാനൊന്ന് വായിക്കാം. വിവിധ മതങ്ങളുടെ ആശയങ്ങളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് എല്ലാ മതങ്ങളും പറയുന്ന നന്മ ഒന്നാണെന്നുള്ള ആശയമാണ് ഗുരുനാനാക്ക് ജനങ്ങളിലേക്ക് എത്തിച്ചത്. മതങ്ങളുടെ അമിതമായ സ്വാധീനത്തെയും അതിലെ ദുരാചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും എല്ലാം അദ്ദേഹം എതിർത്തിരുന്നു. ഏകദൈവ വിശ്വാസം, തുല്യത, സാഹോദര്യം, സ്നേഹം, നന്മ, മതസഹിഷ്ണുത എന്നിവയെ ഗുരുനാനാക്ക് പ്രോത്സാഹിപ്പിച്ചിരുന്നു. അദ്ദേഹം ജാതി വിവേചനത്തെയും വിഗ്രഹാരാധനയെയും എതിർത്തു. ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന സാമ്പത്തിക അസമത്വത്തെ ചോദ്യം ചെയ്തു. ലഹരി ഒഴിവാക്കാൻ പ്രേരിപ്പിച്ചു. ജനങ്ങൾക്കിടയിലുള്ള സഹോദര്യം വർദ്ധിപ്പിക്കാൻ പൊതു അടുക്കളയുടെ പ്രാധാന്യം വ്യക്തമാക്കിയാണ് ഗുരുനാനാക്ക് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. 26ാമത്തെ ചോദ്യം, വു വേർ ദ ഫേമസ് ഡിവോട്ടി പോയറ്റസസ് ഇൻ തമിഴ്നാടു? തമിഴ്നാട്ടിലെ പ്രശസ്തരായ ഭക്ത കവയത്രിമാർ ആരൊക്കെ? കാരൈക്കൽ അമ്മയാൾ, ആണ്ടാൾ. 27ാമത്തെ ചോദ്യം, who contributed to the growth of the വീരശൈവ മൂവ്മെന്റ്? വീരശൈവ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് സംഭാവന നൽകിയത് ആരാണ്? അക്ക മഹാദേവി. 28ാമത്തെ ചോദ്യം, ഇവാലുവേറ്റ് ദ റിസൾട്ട് ഓഫ് ദ ഭക്തി മൂവ്മെന്റ്. ഭക്തി പ്രസ്ഥാനത്തിന്റെ ഫലങ്ങൾ എഴുതുക. പ്രോഗ്രസീവ് ചേഞ്ചസ് ടുക്ക് പ്ലേസ് ഇൻ ദ സോഷ്യൽ ആൻഡ് റിലീജിയസ് ഫീൽഡ്. സാമൂഹ്യവും മതപരവുമായ മേഖലകളിൽ പുരോഗമനപരമായ മാറ്റങ്ങളുണ്ടായി. ദ കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ ഇക്വാലിറ്റി ബിഗാൻ ടു ടേക്ക് ഷേപ്പ്. സാമൂഹ്യ സമത്വം എന്ന ആശയം രൂപപ്പെടാൻ തുടങ്ങി. മെയ്ഡ് പീപ്പിൾ തിങ്ക് അബൌട്ട് ദ കൺസെപ്റ്റ് ഓഫ് ഇക്വാലിറ്റി ബിറ്റ്വീൻ മെൻ ആൻഡ് വിമൻ. സ്ത്രീ പുരുഷ സമത്വം എന്ന ആശയത്തെക്കുറിച്ച് ചിന്തിപ്പിച്ചു.
ഇറ്റ് വാസ് പോസിബിൾ ടു ക്രിയേറ്റ് അവയർനെസ് അബൌട്ട് ഗ്രേറ്റ്നെസ്. മഹത്വത്തെക്കുറിച്ച് ബോധവൽക്കരിക്കാൻ കഴിഞ്ഞു. 29ാമത്തെ ചോദ്യം, ഹു വെയർ ദ സൂഫീസ്? പേജ് നമ്പർ 34. സൂഫികൾ ആരായിരുന്നു? സൂഫീസ് വെയർ ദോസ് ഹു അക്സെപ്റ്റഡ് ഭക്തി ആസ് എ വേ ടു അപ്രോച്ച് ഗോഡ് ബൈ ഗിവിംഗ് ഇമ്പോർട്ടൻസ് ടു ദ കൺസെപ്റ്റ് ഓഫ് ദ മോൺതീസം, ഫ്രട്ടേണിറ്റി, ഹ്യൂമാനിറ്റി ആൻഡ് ഡിവോഷൻ ടു ഗോഡ്. ഭക്തി ഗാനാലാപനത്തിലൂടെ ഏകദൈവ വിശ്വാസം, സഹോദര്യം, മനുഷ്യസ്നേഹം, ദൈവത്തോടുള്ള സമർപ്പണം എന്നീ ആശയങ്ങൾക്ക് അവർ പ്രാധാന്യം നൽകി. ഭക്തിയെ ദൈവത്തോടടുക്കാനുള്ള മാർഗമായി സ്വീകരിച്ചവരായിരുന്നു സൂഫികൾ. 30ാമത്തെ ചോദ്യം, വാട്ട് വാസ് ദ റീസൺ ഫോർ ദ റൈസ് ഓഫ് ദ സൂഫി മൂവ്മെന്റ്? സൂഫി പ്രസ്ഥാനം ഉയർന്നു വരാൻ കാരണമെന്ത്? ദ റീസൺ ഫോർ ദ റൈസ് ഓഫ് ദ സൂഫി മൂവ്മെന്റ് വാസ് ദാറ്റ് ദ റൂളേഴ്സ് ഷോഡ് മോർ ഇൻട്രസ്റ്റ് ഇൻ തിങ്സ് ലൈക്ക് വെൽത്ത്, പവർ ആൻഡ് ലക്ഷൂറിയസ് ലൈഫ്. സമ്പത്ത്, അധികാരം, ആഡംബര ജീവിതം തുടങ്ങിയ കാര്യങ്ങളിൽ ഭരണാധികാരികൾ കൂടുതൽ താല്പര്യം കാണിച്ചതാണ് സൂഫി പ്രസ്ഥാനം ഉയർന്നു വരാൻ കാരണം. 31ാമത്തെ ചോദ്യം, വാട്ട് വാസ് ദ നെയിം ഓഫ് ദ പ്ലേസ് ഓഫ് റെസിഡൻസ് ഓഫ് ദ സൂഫീസ്? സൂഫികളുടെ താമസ സ്ഥലത്തിന്റെ പേരെന്ത്? ദ ഗാൻഗാസ്, ഗാൻഗാഹുകൾ എന്ന് പറയും. 32ാമത്തെ ചോദ്യം, വാട്ട് വാസ് ദ നെയിം ഓഫ് ദ ഡിവോഷണൽ സോങ് സങ് ഇൻ സൂഫി സെന്റേഴ്സ്? സൂഫി കേന്ദ്രങ്ങളിൽ ആലപിച്ചിരുന്ന ഭക്തിഗാനങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഗൗവാലീസ്. 33ാമത്തെ ചോദ്യം, റൈറ്റ് ദ മേജർ സൂഫീസ് ഇൻ ഇന്ത്യ ആൻഡ് ദ റീജിയൻസ് അസോസിയേറ്റഡ് വിത്ത് ദം. പേജ് നമ്പർ 35. ഇന്ത്യയിലെ പ്രധാന സൂഫി വര്യന്മാരും അവരുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളും ഏതൊക്കെയെന്ന് എഴുതുക. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 35 കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഒന്ന് വായിച്ചു മനസ്സിലാക്കുക. 34ാമത്തെ ചോദ്യം, പ്രിപ്പയർ ദ ഇൻഫർമേഷൻ റിക്വയർഡ് ടു മേക്ക് എ ഫ്ലിപ്പ് ബുക്ക് റിലേറ്റഡ് ടു ദ സൂഫി മൂവ്മെന്റ്. സൂഫി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഒരു ഫ്ലിപ്പ് ബുക്ക് നിർമ്മിക്കുന്നതിന് ആവശ്യമായ വിവരങ്ങൾ ഫ്ലിപ്പ് പേജ് മാതൃകയിൽ തയ്യാറാക്കുക. ടെക്സ്റ്റ് ബുക്കിൽ ഫ്ലിപ്പ് ബുക്കിന്റെ ഒരു മാതൃക കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നിങ്ങൾ മറ്റ് 2 ഫ്ലിപ്പ് ബുക്കുകളും ഉണ്ടാക്കേണ്ടത്. ഇനി ബാക്കിയുള്ള 2-3 ഫ്ലിപ്പ് ബുക്കുകൾ നിങ്ങൾ നോട്ട്ബുക്കിൽ വരച്ചിട്ട് അതിൽ എഴുതാനുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞുതരാം. എന്തൊക്കെയാണ് നമുക്ക് നോക്കിയാലോ. ആദ്യത്തെ 2 നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. 3ാമത്തെ പോയിന്റ് കേട്ടോളൂ. ദ 12 സൂഫി സെക്ട്സ് വെയർ നോൺ ആസ് സിൽസില. 12 സൂഫി വിഭാഗങ്ങൾ അറിയപ്പെട്ടിരുന്നത് സിൽസില എന്ന പേരിലായിരുന്നു. അടുത്തത്, സൂഫി മാസ്റ്റേഴ്സ് വെയർ നോൺ ആസ് പിർ. സൂഫി ഗുരുക്കന്മാർ അറിയപ്പെടുന്നത് പിർ എന്ന പേരിലായിരുന്നു. ഖവാലീസ് ആർ ഡിവോഷണൽ സോങ്സ് റെൻഡേർഡ് ഇൻ എ സ്പെഷ്യൽ ചാൻഡിംഗ് സ്റ്റൈൽ കോൾഡ് സമ ഇൻ സൂഫി സെന്റേഴ്സ്. സൂഫി കേന്ദ്രങ്ങളിൽ സമ എന്ന പ്രത്യേക ശൈലിയിൽ ആലപിച്ചിരുന്ന ഭക്തിഗാനങ്ങൾ ഖവാലികൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. 35ാമത്തെ ചോദ്യം, ഹൗ ഡിഡ് ദ ഭക്തി മൂവ്മെന്റ് ഹെൽപ്പ് ഇൻ ദ ഗ്രോത്ത് ഓഫ് റീജിയണൽ ലാംഗ്വേജസ്? പേജ് നമ്പർ 36. പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്ക് ഭക്തി പ്രസ്ഥാനം സഹായകരമായത് എങ്ങനെ? പ്രൊപ്പഗേഷൻ ഓഫ് ഐഡിയാസ് ഇൻ റീജിയണൽ ലാംഗ്വേജസ്. പ്രാദേശിക ഭാഷകളിലെ ആശയപ്രചരണം. ഡിവോഷണൽ പോയട്രി റൈറ്റിംഗ് ഇൻ റീജിയണൽ ലാംഗ്വേജസ്. പ്രാദേശിക ഭാഷകളിലെ ഭക്തി കാവ്യ രചന. ലിറ്ററി റൈറ്റിംഗ് ഇൻ റീജിയണൽ ലാംഗ്വേജസ്. പ്രാദേശിക ഭാഷകളിലെ സാഹിത്യ രചന. ട്രാൻസ്ലേഷൻ ഓഫ് മഹാഭാരത ആൻഡ് രാമായണ ഇൻറ്റു വേരിയസ് ലാംഗ്വേജസ്. മഹാഭാരതത്തിന്റെയും രാമായണത്തിന്റെയും വിവിധ ഭാഷകളിലേക്കുള്ള വിവർത്തനം. 36ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ മേജർ ലിറ്ററി വർക്ക്സ് ആൻഡ് റൈറ്റിംഗ്സ് ദാറ്റ് എമേർജ് ഇൻ റീജിയണൽ ലാംഗ്വേജസ്? പ്രാദേശിക ഭാഷകളിൽ ഉണ്ടായ പ്രധാന സാഹിത്യ കൃതികളും രചനകളും ഏതൊക്കെയാണെന്ന് എഴുതുക. ഇത് പേജ് നമ്പർ 36 ഒരു പട്ടികയായിട്ട് നൽകിയിട്ടുണ്ട്. നിങ്ങളിത് ശരിക്കും വായിച്ച് മനസ്സിലാക്കുക. 37ാമത്തെയും അവസാനത്തെയും ചോദ്യം, വാട്ട് ചേഞ്ചസ് കെയിം അബൌട്ട് ഇൻ സൊസൈറ്റി ആസ് എ റിസൾട്ട് ഓഫ് ഭക്തി സൂഫി മൂവ്മെന്റ്സ്? പേജ് നമ്പർ 37. ഭക്തി സൂഫി പ്രസ്ഥാനങ്ങളുടെ ഫലമായി സമൂഹത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ആൻസർ, റിലീജിയസ് ടോളറൻസ്, മതസഹിഷ്ണുത. ആൻ ആറ്റിറ്റ്യൂഡ് അഗെയിൻസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ വാസ് ഫോംഡ്. ജാതി വിവേചനത്തിനെതിരായുള്ള ഒരു മനോഭാവം രൂപപ്പെട്ടു. ആൻ ആറ്റിറ്റ്യൂഡ് ടു ക്വസ്റ്റ്യൻ ഇമ്പോസ്ഡ് കസ്റ്റംസ് വാസ് ഫോംഡ് എമംഗ് ദ പീപ്പിൾ. അടിച്ചേൽപ്പിക്കപ്പെട്ട ആചാരങ്ങളെ ചോദ്യം ചെയ്യാനുള്ള മനോഭാവം ജനങ്ങളിൽ രൂപപ്പെട്ടു. കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ പീപ്പിൾ വെയർ റെഡ്യൂസ്ഡ്. ജനങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ കുറയ്ക്കാൻ സാധിച്ചു. ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് പീസ് വാസ് ക്രിയേറ്റഡ്. സമാധാന അന്തരീക്ഷം രൂപപ്പെട്ടു.